ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പൊങ്കൽ ആഘോഷത്തിനായിട്ട് ശ്രുതിയുടെ വീട്ടിലോട്ട് എല്ലാവരും പോയിരിക്കുവാണ്. അവിടെ ചെന്ന് എല്ലാവരും ചേർന്ന് കുറേ ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ട്. പല പല ഗെയിമുകളിലും കളിക്കുമ്പോൾ ശ്രുതിയും അശ്വിനും തമ്മിൽ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടും അതുപോലെ സ്നേഹത്തോടു കൂടിയും ഗെയിംസ് എല്ലാം കളിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെയാണ് ശ്യാം ഇരിക്കുന്നത്. ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ അഞ്ജലിക്ക് ഞാനിങ്ങനെ തണുത്തതൊക്കെ കൊടുത്ത് അവൾക്ക് കോൾഡ് വന്ന് അവിടെ ഇരുത്തിച്ചത്. ഇപ്പോ അഞ്ജലി തന്നെ എല്ലാവരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടന്നത് എന്നൊക്കെ ശ്യാം ഇങ്ങനെ എണ്ണിപ്പറക്കുന്നുണ്ട്. ആകാശിനെ കൊണ്ട് മനോരമ മാല ഇടിയിച്ചു. അതുകൊണ്ട് പ്രീതിയുമായിട്ട് ഗെയിം കളിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ആകാശ് പോകുന്നില്ല. എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവസാന ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറെ എടുത്ത് ഒരു സർക്കിളിനുള്ളിൽ കൊണ്ടു നിർത്തലാണ്. എടുത്തു കൊണ്ടുപോയി 2 കറക്കം കറക്കിയിട്ട് വേണം അതിൽ നിർത്താനായിട്ട്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കുന്നത് മനോരമയും മോഹനനും ആയിരിക്കും. എന്നാ മോഹനന് മനോരമയെ എടുത്ത് പൊക്കാനുള്ള ആവതൊന്നുമില്ല. അതുകൊണ്ട് മോഹനൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ എടുത്ത് പൊക്കാനൊന്നും വയ്യ, നീ ഒരു കാര്യം ചെയ്യേ, എന്റെ കൈ പിടിച്ച് നടന്നാൽ മതി, എന്നിട്ട് ഞാൻ നിന്നെ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൊണ്ടു നിർത്താം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ വേഗം ഇങ്ങ് വാ, നമുക്കേ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. അങ്ങനെ മോഹനൻ മനോരമയുടെ കൈയും പിടിച്ച് ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ പോകുന്നത് ശ്രുതിയും അശ്വിനും ആയിരിക്കും. ഈ സമയത്ത് ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട്, അശ്വിൻ, ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല. ശ്രുതി എന്റെ പെണ്ണാ, നീ അവളെ എടുത്തു പൊക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയാ, പുറത്തോട്ടൊന്നും വരുന്നില്ല. അങ്ങനെ അശ്വിൻ ശ്രുതിയെ എടുത്ത് പൊക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയുമായിട്ട് നടക്കുക. രണ്ടുപേരും പരസ്പരം കണ്ണിലോട്ടും നോക്കുന്നുണ്ട്. എന്നാ അശ്വിൻ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഇന്ന് ഞാൻ നിന്റെ അടുത്ത് എൻ്റെ സ്നേഹം മൊത്തം തുറന്നു പറയും. ഞാൻ എങ്ങനെയാ നിന്നെ സ്നേഹിക്കുന്നതെന്ന് ഇന്ന് നിന്നെ ഞാൻ അറിയിക്കും. ഇനി അങ്ങോട്ട് നിന്നെ ഞാനേ ഒരു രാജകുമാരിയെ പോലെയാ കൊണ്ടു നടക്കാൻ പോകുന്നത്. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ അതിലേറെ ഞാനിപ്പോൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് അതെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയും എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ മനസ്സിൽ ശ്രുതിയുടെ കണ്ണിലോട്ട് നോക്കി ശ്രുതിയെ എടുത്തു പൊക്കി ഇങ്ങനെ പറയാ മനസ്സിൽ. എന്നാ ആകാശ് ചിന്തിക്കുന്നുണ്ട്, ഇന്നെങ്ങാനും ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൊണ്ടു നിർത്തോ, നാളെ രാവിലെ ആയാലും ശ്രുതിയെ എടുത്ത് പൊക്കി നിൽക്കുമെന്നാ എനിക്ക് തോന്നുന്നേ എന്നൊക്കെ. അവസാനം ശ്രുതിയെ എടുത്ത് ആ റൗണ്ടിനുള്ളിൽ കൊണ്ടു നിർത്താം. അങ്ങനെ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ മത്സരത്തിൽ ജയിച്ചതേ ശ്രുതിയും അശ്വിനുവാ. ഇത് കേൾക്കുന്നതും ശ്യാമിന്റെ മുഖം വല്ലാതങ്ങ് മാറുന്നുണ്ട്. അത് നമ്മുടെ ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അമ്മായി ആയിരിക്കും. അമ്മായി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുവാണ്. രാധമായി എന്നാ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മായി? അമ്മായി മാമനെ കുറിച്ച് ആലോചിക്കുകയാണോ? ഒന്ന് പോ പെണ്ണെ, ഞാനതൊന്നുമല്ല. എനിക്ക് മനസ്സിലായി, അത് തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ പൊങ്കലോ ദീപാവലിയോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോൾ വേണ്ട സാധനങ്ങളും ഡ്രസ്സും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവരും. അപ്പോ അമ്മായിക്ക് മാമനെ കാണാഞ്ഞിട്ട് സങ്കടമൊക്കെ ഉണ്ട്. പട്ടാളക്കാരനല്ലേ, അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ മാമനുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വരാതിരിക്കുന്നത്. എന്നാലും അമ്മായിക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. എല്ലാവരും ഇപ്പൊ കണ്ണടച്ച് നിൽക്കും. എന്നിട്ട് നമ്മൾ ഇമാജിനേഷൻ ചെയ്യും മാമൻ ഇങ്ങോട്ട് വന്നതായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ദേ ശ്രുതി, ദരിത് അതൊന്നും പറയല്ലേ, വേണ്ട വേണ്ട. അമ്മായി കണ്ണടയ്ക്ക്. എല്ലാവരും കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പോ അമ്മായി പൊങ്കലിടാനായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ പൊങ്കൽ പൊങ്ങി വരുന്ന സമയത്താ മാമൻ ഇങ്ങനെ വരുന്നത്, പട്ടാള വേഷത്തില്. മാമൻ അമ്മായിയുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അമ്മായി കാണുമ്പോൾ സ്നേഹത്തോടു കൂടി മാമനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം മാമൻ അമ്മായിയെ, നിർത്തു പെണ്ണെ, മതി നിന്റെ ഓരോരോ കളി. അതെ അതെ, അമ്മായിയുടെ മുഖേ ചുവന്ന് തുടിത്തിരിക്കുക. എന്തായാലും അമ്മായിക്ക് മാമൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷാവുമെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇനി എന്തായാലും കളികളൊന്നും വേണ്ട. ഇനി മത്സരങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം. ആദ്യം പോയിട്ട് ഇവർക്കെല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം. എല്ലാവരും വന്നേ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാം എന്ന് രാധയും പ്രമീളയും ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും ചേർന്ന് അടുക്കളയിലോട്ട് പോവാ. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേ ദിവസം ശ്രുതിക്കും അശ്വിനുമായിട്ട് ഒരു മണിയറ ഒരുക്കുന്നുണ്ട്. ശ്രുതിയുടെ അമ്മയും അച്ഛനും അമ്മായിയും ഒക്കെ ചേർന്നിട്ട് അതിമനോഹരമായിട്ട് പൂ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തും അതുപോലെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ഒരു റൂമാക്കുവാണ്. ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട് അമ്മായിയുടെ അടുത്ത്, എന്താ അമ്മായി, എന്തിനാ ഇതൊക്കെ? നീയൊന്നും അറിയാത്ത പോലെ. ആദ്യത്തെ പൊങ്കലാ,
അപ്പൊ പിന്നെ ഇങ്ങനെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് നിനക്കറിയാലോ. പിന്നെ നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതൊക്കെ. അതുകൊണ്ടാ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഇനിയിപ്പോ ഞാൻ നിനക്ക് വിശദീകരിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴേക്കും അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാ ഇതൊക്കെ മാറി നിന്ന് ശ്യാം കാണുന്നുണ്ടായിരിക്കും. അശ്വിനോടും ശ്രുതിയോടും രാധമായി പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ തമ്മില് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചതാ. നിങ്ങളിനി മുന്നോട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം. ആരെ കൊണ്ടും നിങ്ങളെ പിരിക്കാനാവാത്ത വിധം നിങ്ങൾ ഒന്നാവണം എന്നൊക്കെ രാധമായി രണ്ടുപേരോടും പറയുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തലയാട്ടുവാണ്. ഇത് കണ്ട് ശ്യാമിന് സഹിക്കാൻ പറ്റുന്നില്ല. അശ്വിനും ശ്രുതിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്യാമിന് മനസ്സിലാവാണ്. ഒരിക്കലും ഇവരിടയിൽ അങ്ങനെ ഒരു കാര്യം നടക്കാൻ സമ്മതിക്കില്ല എന്ന് ശ്യാം തീരുമാനിക്കാം. മനോരമയോട് ഇക്കാര്യം പറയുന്നുണ്ട്. ആന്റി, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് എന്റെ തലയിപ്പോ പൊട്ടും. ആ അവസ്ഥയിലാ. എന്താടാ നിനക്ക് എന്താ പ്രശ്നം? ആന്റി, അവരുണ്ടല്ലോ ആ രാധ എന്ന് പറയുന്നവള് അശ്വിനും ശ്രുതിക്കും ശാന്തിമുഹൂർത്തത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുപോലെ അശ്വിനോടും ശ്രുതിയോടും എല്ലാം മറന്ന് നിങ്ങൾ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ എന്താ പറഞ്ഞേ? അശ്വിൻ അതൊക്കെ പറയുന്നതില് തല കുനിച്ച് സമ്മതിക്കുന്നുമുണ്ട്. എടാ നീ പോടാ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഒരിക്കലും ശ്രുതിയെ അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ശ്രുതിക്ക് അശ്വിനെ ഒരിക്കലും അംഗീകരിച്ച് കൂടെ ജീവിക്കാൻ സാധിക്കില്ലടാ. അല്ല ആന്റി, എന്തൊക്കെയോ അവരുടെ ഇടയിൽ മാറ്റങ്ങളുണ്ട്. അതെനിക്ക് ഉറപ്പാ. ഇന്നൊരു രാത്രി അവരവിടെ നിന്നാല് ഉറപ്പായിട്ടും അവരെ പിരിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രുതി എന്റെ പെണ്ണ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആന്റി ഇതൊക്കെ മുന്നേ കണ്ടിട്ടാണല്ലേ ആകാശിനെ കൊണ്ട് മാല ഇടിയിപ്പിച്ചത്? അതേടാ, ഇവിടെ വന്നാലേ ഇതുപോലുള്ള കുറെ ആചാരങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും അവർ തമ്മിൽ ഒന്നിക്കരുത്. ആകാശിനെ കൊണ്ട് പ്രീതിയെ ഞാൻ ഡിവോഴ്സ് ചെയ്യിപ്പിക്കും. എന്നിട്ട് കോടീശ്വര കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ എന്റെ മരുമകളായിട്ട് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരും. നിനക്കിപ്പോൾ എന്താ പ്രശ്നം? അവര് ഇവിടെ ഇന്ന് നിൽക്കരുത്, നമ്മുടെ കൂടെ വീട്ടിലോട്ട് വരണം, അതല്ലേ? അതെ, ആ കാര്യത്തില് നീ പേടിക്കണ്ട. അതെ, ഞാൻ ഏറ്റു എന്ന് മനോരമ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ശ്രുതിയുടെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മായിയുടെ അടുത്തൊക്കെ യാത്ര പറയുന്നുണ്ട്. എന്നാ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, നിങ്ങൾ ഇന്നിവിടെ നിന്നിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. മരുന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്തായാലും വീട്ടിലോട്ട് പോട്ടെ. അഞ്ജലിയോടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവൾക്ക് ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവള് പറഞ്ഞത് എന്നോട് ഇവിടെ നിന്നോളാനാ. പക്ഷേ അതല്ലല്ലോ, അവളെ അടുത്തോട്ട് ചെല്ലണ്ടേ. ഇവിടെ ശ്രുതിയും അശ്വിനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത് കേൾക്കുന്നതും മനോരമ പറയുന്നുണ്ട്. ആകാശ് മാല ഇട്ടതുകൊണ്ട് തന്നെ നാളെ ഗുരുസ്വാമി വന്ന് വീട്ടിലൊരു പൂജയുണ്ട്. ആ സമയത്ത് ശ്രുതിയോ അശ്വിനും അവിടെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. നാളെ നേരത്തെയാ പൂജ. രാധ പറയുന്നുണ്ട്. അതിനെന്താ, ഇവരെ ഞങ്ങൾ നേരത്തെ അങ്ങ് പറഞ്ഞു വിട്ടോളാം. വേണ്ട അമ്മായി, ഞങ്ങൾ ഇന്ന് തന്നെ പൊക്കോളാം. നാളെ പൂജയുള്ളതല്ലേ. ഞാനും പ്രീതി ചേച്ചിയും കൂടിയിട്ടാ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോട്ടെ. അശ്വിന്റെ മനസ്സിലിരിപ്പൊന്നും ശ്രുതിക്ക് അറിയില്ലല്ലോ. അശ്വിൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കുക എന്ന് കരുതുന്നത് തന്നെ. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാല് ഇങ്ങനൊരു നല്ല അവസരം കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ടാ. ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ അശ്വിന് മറുത്തൊന്നും പറയാനും പറ്റില്ല. അശ്വിനാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹം. അങ്ങനെ ശ്രുതി അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുവാണ്. ഞാൻ ഇറങ്ങട്ടെ അമ്മേ, ഇനി ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. മനോരമയ്ക്കും ശ്യാമിനും ഒരുപാടങ്ങ് സന്തോഷാവാം. അങ്ങനെ വീട്ടിലെത്തുന്നതും ശ്രുതിയോട് എല്ലാം തുറന്നു പറയാന്ന് കരുതി ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഞാൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് ശ്രുതിയെ അറിയിക്കും എന്ന് കരുതിയിട്ടാണ് ചെല്ലുന്നത്. എന്നാ ഇതേ സമയത്ത് അശ്വിൻ പറയുന്നത്, ആ ശ്യാമിന്റെ കാര്യമുണ്ടല്ലോ നമ്മുടെ കല്യാണ സമയത്ത്. വേണ്ട, അതൊന്നും ഇനി പറയണ്ട. അതൊന്നും കേൾക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല. അത് സംസാരിച്ചാല് നമ്മൾ തമ്മിൽ പിണങ്ങും. പിന്നീടായിട്ട് ശ്രുതിയോട് സംസാരിക്കാൻ തന്നെ കിട്ടുന്നുണ്ടായിരിക്കില്ല. എങ്ങനെയാ തുടങ്ങുക എന്നൊക്കെ ആയിരിക്കും അശ്വിന്റെ മനസ്സിലിങ്ങനെ. തുറന്ന് ശബ്ദം പോലും വരാത്തൊരവസ്ഥയായിരിക്കും അശ്വിന്. ഇതിപ്പോ എനിക്ക് എന്തു പറ്റി? ശ്രുതിയോട് എല്ലാം തുറന്നു പറയാന്ന് വെച്ചാ എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ. അശ്വിൻ സാറേ, ഞാൻ കിടക്കട്ടെ. നല്ല ക്ഷീണം. എനിക്കാണെങ്കിലേ തലവേദനിച്ചിട്ട് വയ്യാം. അങ്ങനെ ശ്രുതി അങ്ങ് പോയി കിടക്കുന്നുണ്ട്. അശ്വിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. എന്താ അശ്വിൻ സാറേ, ആ ലൈറ്റ് കെടുത്തി വന്ന് കിടക്ക് എന്ന് പറയുമ്പോൾ അശ്വിൻ ലൈറ്റ് കെടുത്തി വരുന്നുണ്ട്. നടുക്കിലായിട്ട് തലയിണൊക്കെ വെച്ചിട്ടാണ് രണ്ട് സൈഡിലും രണ്ടുപേരും കിടക്കുന്നത്. ഈ സമയത്ത് അശ്വിൻ നടുക്കിലുള്ള തലയിണൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അടുത്തോട്ടങ്ങ് നീങ്ങിക്കിടക്കുവാണ്. ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ട് ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി അശ്വിനും കിടക്കുന്നുണ്ട്. എന്തായാലും അശ്വിൻ്റെ സ്വഭാവമെല്ലാം മാറി
ശ്രുതിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കാര്യം പറയാമെന്ന് വെക്കുന്ന സമയത്ത് അശ്വിനത് പറ്റുന്ന പോലും ഉണ്ടായിരിക്കില്ല. എന്തായാലും അശ്വിൻ തുറന്നു പറയും. നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.